ഞങ്ങൾക്ക് നാളെ ജീര റൈസും ദാൽ ഫ്രൈയും ഉണ്ടാക്കി തരുമോ ലഞ്ചിന്? ഉണ്ടാക്കി തരാലോ. ദാൽ ഫ്രൈയും ജീര റൈസും പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നോർത്ത് ഇന്ത്യയിലെ എന്തോ ഭയങ്കര സംഭവമാണെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം മതി ഇത് രണ്ടും കൂടെ ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കുക്കറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ ആണെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കുതിർത്ത് വയ്ക്കാം. അതിലേക്ക് 2.5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പരിപ്പ് വേകുന്നത് വരയ്ക്കും നന്നായിട്ട് വേവിക്കുക. അപ്പോൾ എത്ര വിസിലാന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. ഓരോരുത്തരുടെയും പരിപ്പിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഇതിൽ ചെറുപയർ പരിപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പരിപ്പിന് നല്ല വേവ് കൂടുതലാണ്. ഞാൻ ഒരുപാട് വിസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജീരകം നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ഒരിത്തിരി ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരമുറി സവാള നല്ല പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു അരമുറി നല്ല പഴുത്ത തക്കാളി, അതും കുരുവൊക്കെ കളഞ്ഞത്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ ഷേപ്പൊക്കെ മാറി അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരിത്തിരി വളരെ കുറച്ച് മാത്രം ഗരം മസാല, ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരയ്ക്കും നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ ഒരു മസാലയും ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഇനി ശരിക്കും ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ദാബ സ്റ്റൈല് വരാൻ വേണ്ടിയിട്ട് ഇതിനൊരു തട്ക ഫ്രൈയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നല്ലൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു മണവും നല്ലൊരു നിറവും നല്ലൊരു രുചിയും തരും. ഇത് കരിഞ്ഞു പോകാതെ മാത്രം സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ജീര റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിക്കാം, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ പോലെ തോന്നി. ഇതിലേക്ക് 3 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ജീരകം നന്നായിട്ട് പൊരിഞ്ഞ് വരണം. അതിനുശേഷം കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി 1 കപ്പ് ബാസ്മതി റൈസ് നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം, വളരെ കുറച്ച് നേരം ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരിക്കലും ഫ്രൈ ആവരുത്. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് വെന്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് സാധാരണ 1 കപ്പിന് 1.5 കപ്പാണ്, പക്ഷെ ഞാനിവിടെ 1 കപ്പിന് 2 കപ്പോളം തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ ഉച്ചയാകുമ്പോൾ എന്തായാലും തണുത്തു പോകും. അപ്പോൾ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ തണുത്തു പോയാലും ഇത് ദാൽ ഫ്രൈൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി ചെറുനാരങ്ങ നീരും ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 1 വിസിലും വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം തുറന്നു വെക്കുക. ഇവിടെ നമ്മുടെ ജീര റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിനോട് ഒട്ടാതെ ഇരിക്കുന്നുണ്ട്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി കുറച്ചും കൂടെ തണുക്കുമ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ കുറച്ച് ബാസ്മതി റൈസും കുറച്ച് പരിപ്പും കൂടെ കുതിർത്ത് വെക്കുന്ന സമയം നമുക്ക് പോകുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് കോംബോ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. വീണ്ടും കാണാം.